കണ്ണൂർ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ 2 ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്തിട്ട് കണ്ടു. ഒന്ന് ഡോക്ടർ രാം, ഒന്ന് ഡോക്ടർ സംഗീത. ഈ വിഷയം ഫസ്റ്റ് വാർത്ത വന്നപ്പോൾ ഞാൻ ഒരു പ്രതികരണം നടത്തി, ഒരു വീഡിയോ ഇട്ടിരുന്നു. പിന്നെ ഞാൻ ഇതിനെപ്പറ്റി വിശദമായ ഒരു അന്വേഷണം അവിടെ നടത്തിയപ്പോൾ 2-3 കുട്ടികളിൽ നിന്ന് എനിക്ക് കിട്ടിയ മെസ്സേജ് എന്താ വെച്ചാൽ, ഈ പറഞ്ഞ ആശാൻ, ഈ പറഞ്ഞ വാദ്യാർ, മാഷ് എന്നല്ല അവനെ വിളിക്കേണ്ടത്, കള്ള കൈവേട മോൻ, അവന് കുട്ടികളെ ഈ പറഞ്ഞ പോലെ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ, അതുപോലെ ബോഡി ഷെയ്മിങ്, അതുപോലെ തന്നെ മാതാവിന്റെയും പിതാവിന്റെയും എന്താ ജോലി, ഇതൊക്കെ അന്വേഷിച്ച് കുട്ടികളെ ഹറാസ് ചെയ്യുന്ന ഒരു എക്സ്പേർട്ടാണ് ഈ കൈവേറ. അപ്പൊ ഞാൻ ഇവരെതിരെ ഇതിന് മുന്നേയും കംപ്ലൈൻസ് വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ മാനേജ്മെന്റ് ഈ കംപ്ലൈൻസ് ഒക്കെ പൂത്തി വെച്ച എന്തിനാണ്? ഇവനെ പോലുള്ള, തുറന്നു പറയും, ഇതിനെ പോലുള്ള നായിന്റെ മക്കളെയൊക്കെ എന്തിനാണ് സംരക്ഷിക്കുന്നത്? എന്ത് മാഷ്? ഇവരൊക്കെ ഏത് കോപ്പിലെ അധ്യാപകനാണ്? അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അത് കുട്ടികളുടെ ഭാവിയിലെ വാർത്തെടുക്കുന്നവരായിരിക്കണം. കുട്ടികളുടെ പ്രശ്നങ്ങളിലും അവർക്ക് താങ്ങും തള്ളായിട്ട് നിൽക്കണം. ഗുണദോഷിക്കണ്ട, അല്ലെങ്കിൽ പിന്നെ അവരെ ഒന്നും പറയണ്ടെന്നല്ല ഇതിന്റെ അർത്ഥം. കുട്ടികളെ തെരഞ്ഞു പിടിച്ച്, അല്ലെങ്കിൽ അവരുടെ ജാതി നോക്കി, അവരുടെ മതം നോക്കി, അവരുടെ പിതാവിന്റെ ജോലി നോക്കി, മാതാവിന്റെ ജോലി നോക്കി, സാമ്പത്തികത അളന്നു വന്നിട്ടാണോ ഈ മാഷെന്ന് പറയുന്ന കൈവേറുടെ മോനി കുട്ടികളെ പിന്നെ തരംതിരിക്കേണ്ടത്, സെഗ്മെന്റ് ചെയ്യേണ്ടത്? ഇത് പണക്കാരന്റെ വീട്ടിലെ കുട്ടി, ഒന്ന് ബഹുമാനിച്ചേക്കാം. ഇത് മറ്റേ കൂലിപ്പണിക്കാരന്റെ മോന, 2 തെറി കൊടുത്തേക്കാം. ഈ കള്ളൻ നായിന്റെ മക്കളെ ഒന്നും ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, അറ്റ് എനി കോസ്റ്റ്. അതിന് പിന്നെ ഇവർ ഇതൊന്നല്ല